കാക്കോ ഇന്നെന്താ പരിപാടി? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സദ്യയിലെ പച്ചടി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോസ് നമ്മൾ ചെയ്തത് ഓണം സദ്യയിലെ പായസമാണ്. ഇങ്ങനെ ഓരോ ഐറ്റം നമ്മൾ ഈ ഓണത്തിനോടനുബന്ധിച്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. അപ്പം ഇന്ന് പച്ചടിയാണല്ലേ? ഇന്ന് പച്ചടിയാണ്. ഓക്കെ. അപ്പോൾ ഇതാ പച്ചടിക്ക് അധികം ഐറ്റംസ് ഒന്നും ആവശ്യമില്ല, കുറഞ്ഞ ഐറ്റംസ് മാത്രം മതി. കുറച്ച് തേങ്ങ, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ചെറിയൊരു ഇഞ്ചിൻ്റെ പീസ്, പച്ചമുളക്, വറ്റൽമുളക്, അതുപോലെ തന്നെ തൈര്, കറിവേപ്പിൻ്റെ ഇല, ഇത്ര ഐറ്റംസാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതാ ബീട്രൂട്ട് ഇതുപോലെ ചെറിയ കനം കുറച്ച് ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ അതാ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ആദ്യം ബീട്രൂട്ട് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ പച്ചമുളകും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ അതിലേക്കുള്ള ചതവ് റെഡിയാക്കി എടുക്കുകയാണ്. കുറച്ച് തേങ്ങ, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ചെറിയ ഒരു ഇഞ്ചിൻ്റെ പീസ്, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല, ഇത്രയും ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ബീട്രൂട്ട് നല്ലോണം വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങൻ്റെ ചതവ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കുള്ള തൈര് അടിച്ചെടുക്കണം. തൈര് അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത്, ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതാ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് തിളക്കാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്തിടണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. കടുക് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ വറ്റൽമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പച്ചടിക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ താളിച്ചൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പച്ചടി എന്ന് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. നമ്മൾ സദ്യയിലൊക്കെ കിട്ടുന്ന ആ ഒരു പച്ചടിനെക്കാട്ടിലും ടേസ്റ്റ് ആയിട്ട് തോന്നി എനിക്ക് ഈ ഒരു പച്ചടി. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഇതാ ഓണത്തിനുള്ള ഓരോ ഐറ്റംസും നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.